ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിന്ന് നൈറ്റ് ഡിന്നറാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ചോറാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഇവിടെ തേങ്ങാപ്പാൽ സാദം എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇത് അരച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തക്കാളി, സവോള 2 എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പുതിന ഇല, മല്ലിയില, ഇത്രയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുന്നുണ്ട്. അരച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ സ്പൈസസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്ക, പട്ട, ഗ്രാമ്പൂ എല്ലാം എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മളൊരു കുക്കറിലേക്ക് കുറച്ച് ഗോൾഡ് വിന്നറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു സ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തെ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഒരുപാട് വെറൈറ്റി റൈസുകൾ ചെയ്യാറുണ്ട്. നമ്മുടെ ചാനലിലും കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ കാണണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് സവോള കട്ട് ചെയ്താണ്. എന്നിട്ട് പച്ചമുളക് നടുവേ കീറി വെച്ചേക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് പുതിനയില, മല്ലിയില നമ്മൾ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് അത്രയ്ക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് പുതിനയില കുഴപ്പമില്ല, അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. അമ്മയാണ് വെറൈറ്റി റൈസുകളെല്ലാം നന്നായിട്ട് ചെയ്യും. അപ്പം നമ്മൾ ഒരു വീക്കിൽ എങ്ങനെ പോയാലും 1-2 തവണ ഏതെങ്കിലും വെറൈറ്റി റൈസ് ചെയ്യാറുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്ത ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് നന്നായിട്ട് കുഴഞ്ഞ് വരണം. നന്നായിട്ട് വെന്ത് കുഴഞ്ഞ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വേറെ ഇതിനകത്ത് ബിരിയാണി മസാല അല്ലാതെ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ 1.5 ഗ്ലാസ് അരി എടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഇരട്ടി 3 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിന് ആണ് അരി അളന്നേക്കുന്നത്. അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെയാണ് തേങ്ങാപ്പാലും അളന്നെടുക്കുന്നത്. ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തേക്കുന്നത് ജീരകശാല റൈസാണ്. ഇവിടെ ഇതിന് ജീരക ചെമ്പ റൈസ് എന്ന് പറയും. എനിക്ക് കുറച്ചൊക്കെ പറയുന്നതിൽ മാറ്റങ്ങളൊക്കെ വരും. കാരണം ഇവിടെ കറക്റ്റായിട്ട് ഇവർ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വരും. എനിക്ക് പറയുമ്പോൾ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട്, തമിഴ് വാക്കുകളായതുകൊണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അരി ഇട്ടും കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മളിതിന് ഒറ്റ വിസിലേ കൊടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ പൊന്നിയരിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് കുറച്ചും കൂടി 2 അല്ലെങ്കിൽ 3 വിസിൽ കുറച്ചുകൂടി കുഴഞ്ഞ് കിട്ടാൻ വേണ്ടി വെക്കാറുണ്ട്. ഇതിന് നമ്മൾ ഒരു വിസിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒരു വിസിലടിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ കുക്കർ മൂടി വെച്ച് അടച്ച് വിസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിസിലടിച്ചിട്ട് കുക്കർ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മസാലകളൊക്കെ സൈഡിലായിട്ടൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ തേങ്ങാപ്പാൽ സാദം റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ കോമ്പിനേഷനായിട്ട് ചെയ്തേക്കുന്നത് സോയാബോൾ ചില്ലിയാണ് ചെയ്തേക്കുന്നത്. അപ്പം എനിക്ക് വേണ്ടിയിട്ട് ചേട്ടയാണ് ഇന്ന് സെർവ് ചെയ്ത് തരുന്നത്. അപ്പോൾ റൈസ് വെച്ച് അതിൻ്റെ കൂടെ ചില്ലിയും വെച്ച് പിന്നെ വെളുത്തുള്ളി അച്ചാറും കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ നൈറ്റത്തെ ഡിന്നറ്. അപ്പോൾ വേറെ മസാലകളും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് വീഡിയോസിൽ കമൻസ് ആയിട്ട് അറിയിക്കണേ.